ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും തമ്മിലുള്ള വ്യത്യാസം. ഇത് എങ്ങനെ നമ്മുടെ പഠനത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് നമുക്കൊരു ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാം എന്നതാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് ഹാർഡ് വർക്ക്, എന്താണ് സ്മാർട്ട് വർക്ക്? ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ ഞാൻ ചെറിയൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മളൊരു കിണർ കുഴിക്കുന്ന ഒരു സാഹചര്യം എടുക്കുകയാണെങ്കിൽ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഒരു കിണർ കുഴിക്കാൻ ദിവസം മുഴുവൻ മണ്ണ് മാറ്റുന്നത് പോലെയാണ്. വിയർപ്പൊഴുക്കും, ക്ഷീണിക്കും, പക്ഷേ അവസാനം എന്തുണ്ടാവും? വെള്ളം കിട്ടും. ഇനി ഇതേ പരിപാടി നമുക്ക് സ്മാർട്ട് വർക്കിലൂടെ എങ്ങനെ ചെയ്യാം? സ്മാർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ അതേ കിണർ കുഴിക്കാൻ നമ്മൾ JCB കൊണ്ടുവരുന്നത് പോലെയാണ്. അതേ ലക്ഷ്യം, പക്ഷേ സമയവും ഊർജ്ജവും ലാഭിക്കും, ബുദ്ധി ഉപയോഗിച്ച് വഴി കണ്ടെത്തും. ഇപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി ഇതേ വ്യത്യാസം നമ്മൾ നമ്മുടെ പഠനത്തിലും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ റിസൾട്ടിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഹാർഡ് വർക്ക് ചോദിക്കുന്നത് ഞാൻ എത്ര സമയം പണിയെടുത്തു എന്നാണെങ്കിൽ സ്മാർട്ട് വർക്ക് ചോദിക്കുന്നത് ഞാൻ എത്ര കാര്യക്ഷമമായി പണിയെടുത്തു എന്നാണ്. ജീവിതത്തിൽ വലിയ വിജയം നേടണമെങ്കിൽ രണ്ടും വേണം. സ്മാർട്ടായി ചിന്തിച്ച് ഹാർഡായി അധ്വാനിക്കണം. കാരണം പ്ലാൻ ഇല്ലാത്ത ഹാർഡ് വർക്ക് വെറും ക്ഷീണം മാത്രമാണ്. എഫേർട്ട് ഇല്ലാത്ത സ്മാർട്ട് വർക്ക് വെറും സ്വപ്നവും. അതുകൊണ്ട് ആദ്യം ബുദ്ധി ഉപയോഗിച്ച് വഴി തിരഞ്ഞെടുക്കുക. പഠനത്തിൽ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും രണ്ടും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തരിക. വെറുതെ മണിക്കൂറുകൾ ഇരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല, പ്ലാൻ ചെയ്ത് പഠിക്കണം. ഇനി രണ്ടും ചേർത്ത് ഒരു പെർഫെക്റ്റ് പ്ലാൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്മാർട്ട് വർക്ക് സ്ട്രാറ്റജിയിൽ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ സിലബസ് അനലൈസ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി അതിൽ ഹാർഡ് വർക്ക് എങ്ങനെ ഇടാം? ആ ലിസ്റ്റിലുള്ള ഓരോ ചാപ്റ്റേഴ്സും ഡെയിലി 2 അവർ പഠിക്കുക. അതുപോലെ തന്നെ സ്മാർട്ട് വർക്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ നോട്ട്സ് ഉപയോഗിച്ച് കൺസെപ്റ്റ് 1 മണിക്കൂറിൽ ക്ലിയർ ആക്കുകയാണെങ്കിൽ അതിലിടേണ്ട ഹാർഡ് വർക്ക് എന്താണെന്ന് വെച്ചാൽ ആ കൺസെപ്റ്റ് 50 പ്രോബ്ലംസ് വരെ സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മൈൻഡ് മാപ്സ്, ഫ്ലോ ചാർട്ട് ഉണ്ടാക്കി റിവിഷൻ ചെയ്യുന്നതൊക്കെ നമ്മുടെ സ്മാർട്ട് വർക്കിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ എക്സാമിന് മുമ്പ് 5 ഫുൾ മോക്ക് ടെസ്റ്റെങ്കിലും എഴുതി ടൈം മാനേജ് ചെയ്യുന്നത് നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്നു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് സ്മാർട്ട് വർക്ക് എന്നത് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് തീരുമാനിക്കലാണെങ്കിൽ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് അത് മുടങ്ങാതെ ചെയ്ത് തീർക്കലാണ്. എൻ്റെ ഈ കുഞ്ഞു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും അത് എങ്ങനെ പഠനത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.